ഭഗവാന്റെ സാന്നിധ്യം എവിടെയാണുള്ളത് എന്ന് കംസന് ഉൾപ്പെടെയുള്ള ലോകർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഭഗവാന്റെ ലീലയാണ് കാളിയ മർദ്ദനം. അതിനു മുമ്പ് വരെയുള്ള ലീലകളൊക്കെ ഭഗവാൻ ലോകസമക്ഷം നിറഞ്ഞു നിന്ന് കാട്ടിയതായിരുന്നില്ല. അത് അതാത് സന്ദർഭങ്ങളിൽ സ്വയം സ്വീകരിച്ച ലീലകൾ ആയിരുന്നു. ഇവിടെ ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്ത് വന്നു. അവിടെ ദേവന്മാർക്കുള്ള ആകാംക്ഷയെക്കുറിച്ച് പറഞ്ഞു. ഭഗവാൻ കംസവധം എന്ന ആ മുഖ്യ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ കൊടുക്കാതെ മറ്റു കാര്യങ്ങളിൽ വ്യവഹരിക്കുകയാണോ എന്ന സംശയങ്ങളൊക്കെ പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ ഭ്രമത്തെയും ഭഗവാൻ മാറ്റി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ വിമോഹനത്തെയൊക്കെ മാറ്റി വളരെ കൃത്യമായ നിലയിൽ ഭഗവാന്റെ ആ ഒരു ഭാവത്തെ പ്രകടിപ്പിച്ചു. തുടർന്ന് ഭഗവാൻ തീരുമാനിച്ചു, ഈ ഒരു കർമ്മം, താൻ ഈ ശരീരത്തെ സ്വീകരിച്ച കർമ്മം വളരെ പ്രധാനമായി കംസനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഭഗവാന്റെ അവതാര തത്വത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൂമി മാതാവ് ബ്രഹ്മദേവനെ പോയി കണ്ടു. ബ്രഹ്മദേവനോട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മദേവ, ഭൂഭാരം താങ്ങാൻ സാധിക്കാതെ ഞാൻ വലയുകയാണ്. ബ്രഹ്മാവ് ഭൂമി മാതാവിനെയും കൂട്ടി ദേവന്മാരെല്ലാം കൂട്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു. ഈ സമയത്ത് വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവനോട് ഉണർത്തിച്ചു, വളരെ കൃത്യമായി, ഞാൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ച് ഭൂഭാരം തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഭൂഭാരം എന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എങ്കിലും നമുക്ക് ഭഗവാന്റെ അവതാരത്തിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കുറേ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി വന്നു, കുറേ ദുഷ്ടന്മാരെ കൊല്ലാൻ വേണ്ടി മാത്രം വന്നാണ്. അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഭൂഭാരം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഇവിടെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ, നമ്മൾ സാധാരണഗതിയിൽ ഭാരം എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ തൂക്കത്തെയാണ് ഭാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നിലവിളക്കിന് എത്ര ഭാരമുണ്ടെന്ന് ചോദിച്ചൊരു ത്രാസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലേ, ആ വിളക്കിൻ്റെ തൂക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഓരോ വസ്തുവിൻ്റെയും തൂക്കം, അതിനനുസരിച്ചിട്ടുള്ള വസ്തുവിൻ്റെ വസ്തുഭാരത്തെയാണ് നമ്മൾ ഭാരം എന്ന് ചിന്തിക്കുന്നതെങ്കിൽ, ഇവിടെ ഭൂമിക്ക് അങ്ങനെയുള്ള വസ്തുഭാരം ഒരു ഭാരമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ പർവ്വതങ്ങളും മരങ്ങളും നദികളും നമ്മളടക്കം സർവ്വതും നിലനിൽക്കുന്ന എവിടെയാണ്? ഭൂമിയിലല്ലേ. അപ്പോൾ ഇതിനെല്ലാം വഹിക്കുന്ന ഭൂമിക്ക് എന്ത് വസ്തുവിനെയാണ്, എന്തിനെയാണ് ഇവിടെ വിശിഷ്യ ഭാരം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ അറിയാൻ സാധിക്കുന്നത്, ഇവിടെ ഭാരം എന്നത് അഹങ്കാരഭാവത്തെയാണ്. അഹങ്കാരമാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഭാരം എന്ന് വിവക്ഷിക്കുന്ന എന്തിനെയാണ്? അഹങ്കാരത്തെ ആണ്. അപ്പോൾ അജ്ഞാനികൾ, അഹങ്കാരികൾ വർദ്ധിച്ചു വരുമ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങൾ, ദുഷ്ടപ്രവർത്തികളെയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഭാരമായി മാറുന്നത്. നമ്മൾ ചില ആൾക്കാർ വളരെ കൂടുതൽ മോശപ്പെട്ട പണി ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ഓ ഇവനൊക്കെ ഭൂമിക്കൊരു ഭാരമായിട്ടാണ് ജീവിക്കുന്നത്, പറയാറുണ്ടോ? അവൻ്റെ ശരീരം തൂക്കി 65 കിലോ ഭാരമാണെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൻ്റെ ആ ഒരു സ്വഭാവത്തിലുള്ള ദുർഭാവങ്ങളെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് തന്നെ ചിലർ നമ്മൾ പറഞ്ഞില്ലേ, ഈ കുടുംബത്തിന് ഭാരമാണ്, ഇതൊക്കെ പറയാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ തന്നെ വേദാന്തമൊക്കെ പറയുന്നവരാണ്. പക്ഷെ അത് വേദാന്തമാണ് എന്ന നിലയിലേക്ക് നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചുറപ്പിക്കുന്നുള്ളൂ. സാധാരണ നമ്മുടെ വാക്കുകൾ വരുന്നതല്ലേ, ഇവനൊക്കെ ഒരു കുടുംബത്തിനൊരു ഭാരമാണ്, നാടിനൊരു ഭാരമാണ്, ഇതൊക്കെ വായിൽ നിന്ന് നമ്മൾ വരുന്നതാണ്. ഇവിടെ എന്താ ഭാരിച്ചാൽ അഹങ്കാരികൾ എന്നും സമൂഹത്തിന് എന്തായിരിക്കും? ഭാരമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരമുള്ള ആൾക്കാർ സജ്ജനങ്ങൾക്ക് ദുഃഖമുണ്ടാക്കും, ധർമ്മത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഹങ്കാരികളെ ഇല്ലാതാക്കുക എന്നതാണ് ഇവിടെ ഭഗവത് ധർമ്മം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭൂഭാരം തീർക്കാൻ വേണ്ടി ദേവകിയുടെ 8ാമത്തെ പുത്രനായി അവതരിക്കാം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ കംസവധത്തിനൊക്കെ ഭഗവാൻ തയ്യാറെടുക്കുന്നത്. അപ്പം ഭഗവാൻ ഇവിടെ താൻ എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായി ബോധിപ്പിക്കുക എന്ന ഭാവത്തിലേക്ക് ആരെത്തി? ഭഗവാൻ എത്തിച്ചേർന്നു. ഇനിയിപ്പോൾ നേരിട്ടാണ് കംസനിലേക്ക് പോകാനുള്ള വഴി ഭഗവാൻ ഒരുക്കി കൊടുക്കുക. ഇതുവരെയും വന്നവരെല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും തൻ്റെ അടുത്തേക്ക് തന്നെ ഭഗവാൻ ആകർഷിച്ചു, അവരെയൊക്കെ വധിച്ചു. ഇനി കംസനെ തന്നെയാണ് ആകർഷിക്കാൻ നേരിട്ട് കൃത്യമായ തരത്തിൽ തിരിച്ചറിയാനുള്ള വഴി ഒരുക്കി കൊടുക്കുക. ഇവിടെ ഒരു ദിവസം പ്രഭാതത്തിൽ ഗോക്കളെയും കൂട്ടി കാലിയെ മേയ്ക്കാൻ വേണ്ടി യമുനാതീരത്തേക്ക് പോയി. ഈ യമുനാതീരത്തേക്ക് എത്തിച്ചേരുന്ന സമയത്ത്
കുറേ ദൂരം നടന്നു. ഓരോ തവണയും കുറച്ച് കുറച്ച് ഉള്ളിലോട്ടും മറ്റ് പുതിയ പുതിയ സ്ഥലത്തേക്ക് പോകും. കാരണം പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ, അവിടെ മനോഹരമാർന്ന ആ ഗോവർദ്ധനമൊക്കെ നിൽക്കുന്ന യമുനാ തീരത്തെ ആ മനോഹരമാർന്ന തീരത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഓരോ പുതിയ സ്ഥലങ്ങൾ തേടിയിട്ടാണ് ഓരോ ദിവസവും പോകുന്നത്. പിന്നീടോ ഓരോ ദിവസവും ഗോക്കൾ മേയുന്നതനുസരിച്ച് പുതിയ സ്ഥലങ്ങളിൽ ആവശ്യമായ പുല്ല് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ പോകും. അങ്ങനെ അന്നത്തെ ദിവസം എത്തിച്ചേർന്നത് ഈ നദിയുടെ ഒരു പ്രത്യേക ഭാഗത്താണ്. ആ ഭാഗത്താകട്ടെ കാളിയൻ എന്ന് പറയുന്ന അതിഘോരനായ ഒരു സർപ്പം വസിക്കുന്നതും ഉണ്ട്. ഈ സർപ്പത്തിൻ്റെ പ്രത്യേകത 5 ശിരസോടുകൂടിയ സർപ്പമാണ്. വളരെ വലിയ ഭീമാകാരമായ സർപ്പമാണ്. 2 ഭാര്യമാരും ഒപ്പമുണ്ട്. വളരെ സന്തോഷപ്രദമായ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സന്തോഷപ്രദമായ, ആരുടെയും ശല്യമില്ലാതെ അവിടെ ഇങ്ങനെ മതിച്ച് വസിക്കുകയാണ്. എന്നാൽ അവർക്ക് സന്തോഷമാണെങ്കിലും മറ്റുള്ളവർക്ക് ഇതെന്തായി? ഉപദ്രവമായി മാറി. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടന്മാർ സ്വയം സന്തോഷം അനുഭവിക്കുകയും മറ്റുള്ളവരെ എന്തു ചെയ്യും? ദുഃഖിപ്പിക്കുകയും ചെയ്യും, വിഷമിപ്പിക്കുകയും. ഇതാണ് ദുഷ്ടന്മാരുടെ ഒരു മുഖ്യ ലക്ഷ്യം. മഹാത്മാക്കളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വയം ദുഃഖത്തെ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് വ്യത്യാസം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ എപ്പോഴും സാധിക്കുന്ന ആർക്കാണ്? മഹാത്മാക്കൾക്കാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് എപ്പോഴും ആരാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദുഷ്ടമനോഭാവം ഉള്ളവരാണ്. മനസ്സിലായില്ലേ? ഇനി സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിച്ചാൽ അത് അസുരഭാവത്തിലേക്ക് എത്തപ്പെടും. ഇതാണ് അസുരന്മാരുടെയൊക്കെ ഒരു രീതി. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനൊക്കെ കൃത്യമായിട്ട് പറയും, അവനവൻ്റെ കാര്യം മാത്രം നോക്കി ഈ ലോകത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവന് തുല്യമാണ്. മനസ്സിലായില്ലേ? മനുഷ്യനെന്ന് പറയുമ്പോൾ ഒരു സാമൂഹിക ജീവിയാണ്. നമ്മുടെ സമൂഹത്തിലെ പല ദുഃഖിതരെയും കഷ്ടപ്പെടുന്നവരെയും ഒക്കെ കാണുവാനും കൂടിയുള്ള കണ്ണ് ആർക്കുണ്ടാവണം? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. നാളെ നമുക്കൊരു ദുഃഖം വന്നാൽ നമ്മളെയും കാണാൻ മറ്റുള്ളവർക്ക് കണ്ണ് വേണ്ടേ? അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അതുണ്ടാവണമെങ്കിൽ നമ്മളും ആ തരത്തിൽ ചിന്തിക്കണം. നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്നവരെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ നമ്മളെ ചേർത്ത് പിടിക്കാനും ആരെങ്കിലും ഉണ്ടാവും. ഇനി ആരും വ്യക്തിപരമായി വന്നില്ലെങ്കിൽ ഈശ്വരനെങ്കിലും ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ശരി, ഇവിടെ കാളിയനും ഈ 2 പത്നിമാരും കൂടി വളരെ വിസ്തരിച്ച് ജീവിക്കുന്ന ഈ സ്ഥലത്ത് കാളിയൻ്റെ വിഷം കൊണ്ട് തന്നെ മറ്റു ജീവികളൊന്നുമില്ലാത്ത അവസ്ഥ ആയി. വളരെ വിഷം കലർന്ന അവസ്ഥയിലാണ് കാളിയൻ്റെ ആ വാസകേന്ദ്രം. കാളിയൻ വസിക്കുന്നതായതുകൊണ്ട് ആ ഭാഗത്ത് കാളുന്തി എന്നൊരു പേരും കൂടി അവിടെ വന്നു ചേർന്നു. കാളിയൻ്റെ ഉല്ലാസ കേന്ദ്രമാണ്, വിഹാര കേന്ദ്രമാണ്. ഇവിടേക്കാണ് ഭഗവാൻ ഗോക്കളെയും കൂട്ടി എത്തിയത്. ഈ ഗോക്കളും കൂടെ വന്ന കുട്ടികളും എല്ലാം കൂടി കുറേ ദൂരം നടന്നു വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് വളരെ വേഗത്തിൽ ഓടിപ്പോയി ഈ നദിയുടെ ഭാഗത്ത് വന്നപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങുന്ന സമയത്ത് ഈ കാളുന്തിയിലെ വിഷം വന്ന് ഗ്രസിച്ച് ഇവരെല്ലാവരും ബോധരഹിതരായി നിലംപതിച്ചു. മരണത്തിലേക്ക് വിഷാംശം ശരീരത്തിൽ കയറാൻ തുടങ്ങി. ഭഗവാനാകട്ടെ തൻ്റെ കാരുണ്യമാകുന്ന ദർശനം കൊണ്ട് ഈ വിഷത്തെ മാറ്റി അവരെ പൂർവ്വസ്ഥിതിയിലേക്കാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി ഒരാളും ഈ വെള്ളം കുടിക്കരുത്. ഇതിൻ്റെ കാരണം മനസ്സിലാക്കി. ഇവിടെ കാളിയൻ എന്ന് പറയുന്ന സർപ്പമുണ്ട്. ഇപ്പോൾ ഇവിടെ ഭഗവാൻ ചിന്തിക്കുന്നത്, ഇത്രയധികം ജനങ്ങൾ വന്നു പോകുന്ന ആ രീതിയിൽ സമൂഹത്തിലൂടെ ഒഴുകപ്പെടുന്ന ഒരു നദിയിൽ വിഷം കലർന്നാൽ അതിൻ്റെ ചുറ്റുവട്ടത്തിലുമുള്ള ജനങ്ങളുടെ ജീവിതം എന്തായി മാറും? അവർക്ക് ബുദ്ധിമുട്ടും അല്ലേ, ദുസ്സഹമായി മാറ്റപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ശുദ്ധീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ മൂലകാരണത്തെ പരിഹരിക്കണം. കാളിന്തിയിലെ വിഷത്തിൻ്റെ മൂലകാരണം എന്താ? കാളിയൻ വസിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഏതൊരു വിഷയത്തെയും കൃത്യമായി പരിഹരിക്കണമെങ്കിൽ അതിൻ്റെ മൂലകാരണത്തെ പരിഹരിക്കണം. കാരണം കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാവുന്നത്, അങ്ങനെയല്ലേ? ഏതൊരു കാര്യത്തിനും അടിസ്ഥാനമായി എന്തുണ്ടാവും? ഒരു കാരണമുണ്ടാവും. ഒരു കാരണമില്ലാത്ത ഏതെങ്കിലും കാര്യം നമ്മുടെ ലോകത്ത് നടക്കാറുണ്ടോ? എല്ലാ കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും. കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയും. അപ്പോൾ ഈ കാര്യത്തെ പരിഹരിക്കുക. കാര്യത്തെ പരിഹരിച്ചാൽ കാരണത്തെ പരിഹരിക്കുക. കാരണത്തെ പരിഹരിച്ചാൽ കാര്യത്തിൽ മാറ്റം വരും. അപ്പോൾ ഈ നദിയെ ശുദ്ധീകരിക്കുക. അപ്പോൾ അതിന് കാളിയൻ്റെ ഇവിടെയുള്ള ആവാസത്തെ മാറ്റേണ്ടതുണ്ട്. കാളിയനോട് അല്ലാതെ പറഞ്ഞാൽ പോകുന്ന ആളൊന്നുമല്ല. അപ്പോൾ കാളിയനെ കൃത്യമായി അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. ഇതും ഭഗവാൻ ഉറപ്പിച്ചു. ഇവിടെ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് വന്നു. ഇവിടെ നമുക്കൊരു വലിയ പാഠമാണ് ഇതിലൂടെ പകർന്നു തരുന്നത്. നമ്മളെയൊക്കെ നാടിലൂടെ ഒഴുകുന്ന ജലാശയങ്ങളുണ്ടാവും അല്ലേ? തോടുകളും അതേ കണക്ക് തന്നെയുള്ള പുഴകളും ഒക്കെ ഉണ്ടാവും.
നമ്മളതിലേക്ക് പല മാലിന്യങ്ങളും വലിച്ചെറിയുമ്പോൾ ആ മാലിന്യം അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരെ മാറാരോഗത്തിന് വിധേയമാക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തപ്പെടുന്നത്. ശരിയല്ലേ? നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മളും ആ തരത്തിൽ നോക്കുമ്പോൾ കാളിയൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വിഷം കലർത്തുക. കാളിയന് തോന വിഷമുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കലർത്തി നമ്മളോ ഒത്തിരി പേര് ചേർന്ന് ഒരു കാളിയനായി മാറും. ഇന്ന് പല നദികളെയും പുഴകളെയും ഒക്കെ തന്നെ ജലാശയങ്ങളെയൊക്കെ നമ്മൾ അങ്ങനെ ആക്കിയത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ ജീവിക്കുന്ന ഒരുപാട് ജലജീവികളുണ്ട്, അല്ലേ? ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവയുടെ ഒന്നിൻ്റെയും നാശത്തിന് കാരണക്കാരായി ആരും മാറരുത്, നമ്മൾ മാറരുത്. അപ്പം നമ്മൾ പലപ്പോഴും അത്തരത്തിൽ പലതിൻ്റെയും നാശത്തിന് കാരണക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥകളൊക്കെ പെരുകി വരുമ്പോഴാണ് ഈ ഭൂമിയും പ്രകൃതിയും നമ്മളെ തിരിച്ചടിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനൊരു കൃത്യമായൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനെ തകരാറിലാക്കുമ്പോൾ അതിൻ്റെ ചെയ്യും, അത് തിരിച്ചു പ്രതികരിക്കും. അതുവരെ സർവ്വം സഖയായിരിക്കും. തിരിച്ചു പ്രതികരിക്കുമ്പോഴായിരിക്കും ഭൂമി കുലുക്കോ ഉരുൾപൊട്ടലും മറ്റു പലതും ഒക്കെ ആയിട്ട് മാറാരോഗങ്ങളും ഒക്കെ ആയിട്ട് നമുക്കുള്ള ദോഷങ്ങളും നാശങ്ങളും ഒക്കെ വന്നു ചേരുന്നത് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇവിടെ പറഞ്ഞു വന്നതിലേക്ക് തന്നെ പോവാം. അപ്പോൾ കാളിയനെ നിന്ന് കാളിന്തിയെ ശുദ്ധീകരിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു. ഭഗവാൻ നേരെ അതിൻ്റെ തൊട്ടു മുമ്പുണ്ടായിരുന്നൊരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിലേക്ക് കയറി നേരെ ഈ നദിയുടെ മധ്യഭാഗത്തേക്ക് നിൽക്കുന്ന ആ കൊമ്പിലേക്ക് വന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു? കാളിന്തിയിലേക്ക് എടുത്തൊരു ചാട്ടം ചാടി. ഇവിടെ എന്തിനാ ഈ വൃക്ഷത്തിൽ കയറി ചാടി എന്നൊക്കെ പറയുന്നത്? ഒരു ജലാശയത്തിൻ്റെ വലിയ ആഴത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇറങ്ങി നടന്ന് ചെല്ലുന്നതിനേക്കാൾ വേഗത്തിൽ ചാടാൻ സാധിക്കില്ലേ? വേഗത്തിലെടുത്ത് ചാടിക്കഴിഞ്ഞാൽ അത്രയും കൂടി ആ ആവേഗത്തിൽ വെള്ളത്തിനടിയിലേക്ക് പോകാൻ സാധിക്കും. നമ്മൾ നീന്തൽ മത്സരമൊക്കെ കാണുന്നില്ലേ? മുകളിൽ നിന്ന് എടുത്ത് ചാടി പോകുന്നുണ്ടല്ലേ? കുട്ടികളൊക്കെ കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ മുകളിലാണ് എന്താ വളരെ വേഗത്തിൽ അടിയിലേക്ക് ആണ്ടുപോകാൻ സാധിക്കും. ഭഗവാൻ ഇപ്രകാരം തന്നെ ഭാഗവതം വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, എടുത്ത് ചാടി നേരെ അടിയിലേക്ക് പോയി. അടിയിൽ കാളിയൻ ഇങ്ങനെ സുഖമായി വസിക്കുന്ന സ്ഥലത്ത് ചെന്നു. കാളിയൻ ഇങ്ങനെ നിദ്രയിൽ ഇങ്ങനെ സുഖമായി കിടക്കുമ്പോഴാണ് ഈ വെള്ളത്തിൽ വന്ന് പടവോന്ന് ആര് വീഴുന്നത്? ഭഗവാൻ വന്ന് വീഴുന്നത്. നേരെ അടുത്തട്ടിൽ വന്നു. കാളിയൻ കണ്ണ് തുറന്ന് ചാടി എഴുന്നേറ്റു. കാരണം തന്നെ പേടിച്ചിട്ട് ഒരു ജീവജാലങ്ങൾ പോലും വരാത്ത ഈ സ്ഥലത്ത് തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ആരാ വന്നത്? നോക്കുമ്പോൾ ഒരു കൊച്ചു മനുഷ്യക്കുട്ടി തൻ്റെ ചുറ്റും കിടന്ന് വട്ടമിട്ട് നീന്തി കളിക്കുന്നു. കാളിയൻ അത്ഭുതമായി. ആ കാളിയൻ്റെ വിഷത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയോ? ഒരു ചെറിയ അംശം പറ്റിയാൽ മതി, അത്രയും മാരക വിഷമാണ് ആർക്കുള്ളത്? കാളിയന് ഉള്ളത്. ഇതിങ്ങനെ ഭഗവാൻ ഇങ്ങനെ വട്ടം ചുറ്റി 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 കാളിയന് ചുറ്റും നീന്തി തുടിക്കാൻ തുടങ്ങി. കാളിയനും ഈ ഇതിനെ പിടിക്കാൻ വേണ്ടി, ഭഗവാനെ പിടിക്കാൻ വേണ്ടി ഈ വട്ടം ചുറ്റി 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 ഉയർന്ന് അവസാനം വട്ടം ചുറ്റി ചുറ്റിച്ച് കാളിയനെ എവിടെ എത്തിച്ചു? നേരെ മുകളിലെത്തിച്ചു. മുകളിലെത്തിയ സമയം കൊണ്ട് കാളിയൻ തൻ്റെ വാലുകൊണ്ട് ഭഗവാനെ ചുറ്റി വരിഞ്ഞങ്ങ് പിടിച്ചു. നമുക്കറിയാലേ, പാമ്പൊക്കെ ചുറ്റിപ്പിടിക്കുന്നതൊക്കെ ഒരു പിടി പിടിച്ചു. ഈ ഭഗവാൻ ഈ കാളിന്തിയിലേക്ക് ചാടിയ സമയം ഈ കുട്ടികളെല്ലാം കൂടി വളരെ വേഗത്തിൽ ഓടി വൃന്ദാവനത്തിൽ. അവിടെ ചെന്ന് ഗോകുലവാസികളോട് പറഞ്ഞു, ദേ കൃഷ്ണൻ കാളിന്തിയിലേക്ക് ചാടിയിരിക്കുന്നു, അവിടെ വലിയൊരു സർപ്പം ഉണ്ടെന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇവർ ചെന്ന് പറഞ്ഞു. ഈ കുട്ടികൾ അവിടെ ചെന്ന് പറഞ്ഞതോടുകൂടി നന്ദഗോപരും ബാക്കിയുള്ള ഗോപന്മാരും എല്ലാവരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് എവിടേക്ക് ഓടി? കാളിന്തിയിലേക്ക് ഓടി. കാരണം എന്താ? കൃഷ്ണനെ രക്ഷിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ഓടി വന്നു. ഈ സമയത്ത് ഇവർ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കൃഷ്ണനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആര്? കാളിയൻ. ഇവരെല്ലാവരും എത്തി. എല്ലാവരും എത്തേണ്ടത് ഭഗവാന്റെ ഒരു ആവശ്യം. മുമ്പേ പറഞ്ഞില്ലേ, ഇതൊരു ഓപ്പൺ ലീലയാണ് അല്ലേ? ഒരു നാടകം അല്ലെങ്കിൽ ഒരു കലാപരിപാടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരെന്ത് പറയും? ഓഡിയൻസൊക്കെ വരട്ടെ. മനസ്സിലായില്ലേ? എല്ലാ ഓഡിയൻസും വന്നിട്ട് ആരംഭിക്കാം എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഇതൊരു ലീലയാണ്, ഒരു നാടകമാണ്. ഇതെന്തിനാ ആടുന്ന? ധർമ്മതത്വത്തെ നമ്മളെ ബോധിപ്പിക്കാൻ ആടുകയാണ്. ഭഗവാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും ഈ നമ്മൾ പറയുന്നതൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതും അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുകയല്ല. തൻ്റെ ആനന്ദത്തെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് വേണ്ടി അഭിനയിച്ച് കാണിക്കുന്നത്. ലീല എന്ന് പറയുന്നത് അങ്ങനെയാണ്, അഭിനയിച്ച് കാണിക്കുക. ഭഗവാന്റെ ഒരു നടനമാണിത്. ഒരു നടൻ വേദിയിൽ നിന്ന് അഭിനയിക്കുക. നല്ലതുപോലൊരു കുഷ്ഠരോഗിയായിട്ട് വന്ന് ഇങ്ങനെ വിറച്ചുകൊണ്ട് വേദനാതലമായിട്ട് ഇങ്ങനെ അഭിനയിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ അയ്യോ എന്തൊരു കഷ്ടം എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? ഈ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത അയ്യോ എന്നൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ ഇതേ സമയത്ത് ഈ നടൻ്റെ മനോഭാവം എന്തായിരിക്കും? നമ്മൾ അയ്യോ എന്ന് വിളിക്കുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടാവുമോ?
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സന്തോഷമായിരിക്കും. എന്താ കാരണം? എൻ്റെ അഭിനയം മറ്റുള്ളവർക്ക് അത്രയും ഫീൽ ചെയ്തു അല്ലേ, അത് കണ്ട് മറ്റുള്ളവർ കരയുന്നു, ചിരിക്കുന്നു, വികാരം കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ആ നടന് ഉള്ളിൽ ആനന്ദമാണ്. ഇതുപോലെയാണ് ഭഗവാൻ ആനന്ദത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയ സമയത്ത് പെട്ടെന്ന് നന്ദഗോപരും ഗോപന്മാരും ഒക്കെ ചാടി കാളന്തിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഭഗവാൻ തടഞ്ഞു. അവിടെ ബലരാമൻ തടഞ്ഞു. വേണ്ട, കാരണം കൃഷ്ണൻ ആരാണ് എന്ന് മറ്റുള്ളവരെക്കാൾ കൃത്യമായിട്ട് ആർക്കറിയാം? സാക്ഷാൽ നാരായണനെ വഹിക്കുന്ന അനന്തന് അറിയാം. അനന്തനാണല്ലോ ബലരാമനായി വരുന്നത്. ഭഗവാനെ വഹിക്കുന്നതാരാ? അനന്തനല്ലേ. ആ അനന്തന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തടഞ്ഞു. പിന്നെയോ ഇവിടെ ഭഗവാനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കാളിയൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അതും ആർക്കറിയാം? ബലരാമനറിയാം. കാരണം ബലരാമനും സർപ്പഗണത്തിൽപ്പെട്ട ആളാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കഴിവും അറിയാം, ഇനി കാളിയൻ എത്രത്തോളം പവർ ഉണ്ടെന്നും രണ്ടും അറിയാം. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും ആർക്കറിയാം? ബലരാമന് അറിയാം. എന്താണ് കൃത്യമായി സംഭവിക്കുന്നതെന്ന് അറിയാവുന്ന ഒരാൾക്ക് പിന്നെ ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ബലരാമൻ അതൊക്കെ ഉള്ളതുകൊണ്ട് ബലരാമന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഭഗവാൻ തൻ്റെ ശരീരത്തെ ഒന്ന് വലുതാക്കുന്നത് പോലെ ഒന്ന് ഭാവിച്ചു. കാളിയൻ്റെ അസ്ഥികളൊക്കെ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുന്ന ആ അസ്ഥികളൊക്കെ ഞുറുങ്ങുന്നത് പോലെ തോന്നി. കാളിയൻ പെട്ടെന്ന് തൻ്റെ പിടിയൊന്ന് അയച്ചു. ഈ സമയം കൊണ്ട് കാളിയൻ്റെ ആ ചുരുളായിട്ട് നിൽക്കുന്ന ആ വാലിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന് ഭഗവാൻ ഊളിയിട്ട് മുകളിലേക്ക് ഒരു കുതിപ്പൂതിച്ചു. കുതിപ്പൂതിച്ചിട്ട് കാളിയൻ്റെ ഈ വട്ടത്തിൽ നിൽക്കുന്ന ഈ ശരീരത്തെ ഒരു ചവിട്ട് ഗോപണി പോലെ ആക്കിക്കൊണ്ട് ഈ ഓടിക്കയറുന്ന കണക്ക് ഭഗവാൻ ഓടി അതിലൂടെ നേരെ എവിടേക്കെത്തി? കാളിയൻ്റെ ശിരസിലേക്കെത്തി. അങ്ങനെ നേരെ കാളിയൻ്റെ ശിരസിലേക്ക് എത്തിയിട്ട് കാളിയൻ്റെ ഭണങ്ങളിൽ തൻ്റെ കാലുകൾ കൊണ്ട് പ്രഹരിക്കാൻ തുടങ്ങി. ആ പ്രഹരണം പതുക്കെ പതുക്കെ ഒരു നല്ല നൃത്തമായി അങ്ങ് മാറി. കാരണം എന്താ? ഓരോ പാദം എടുത്ത് ചവിട്ടുമ്പോഴും ഓരോ ഭാഗം താഴും. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് കാലെടുത്ത് അടുത്തത് ചവിട്ടും, അവിടെ താഴും, അപ്പോൾ അടുത്തത് ചവിട്ടും. ഇങ്ങനെ നിലയ്ക്കാത്ത പാദജലങ്ങൾ കൊണ്ട് ഭഗവാൻ ഇങ്ങനെ നൃത്തമാടാൻ തുടങ്ങി. ഭഗവാനും ഒരു രസം തോന്നി. ആ പ്രായത്തിൻ്റെ ഒരു തലത്തിൽ ഭഗവാൻ ഓടക്കുഴലും ഒക്കെ എടുത്ത് ചുണ്ടത്ത് പിടിപ്പിച്ചുകൊണ്ട് ഓടക്കുഴൽ ഗാനമോട്ട് ഉതിർത്തു. ഇതേ സമയത്ത് കാളന്തി അതിമനോഹരിയായി മാറി. തന്നെ ശുദ്ധീകരിക്കാൻ ഇതാ ഭഗവാന്റെ ആ ഒരു അവതാരതത്വം കാണാൻ വേണ്ടി ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി, തന്നെ കൈവെടിയാതെ ആ ഭഗവാന്റെ അവതാര ലീലകൾ മാത്രം കാട്ടിയല്ല, തന്നെ ശുദ്ധീകരിക്കാൻ കൂടി ആര് ശ്രമിക്കുന്നു? ഭഗവാൻ ശ്രമിക്കുന്നു എന്ന ആനന്ദം ആരിലുണ്ടായി? അവിടെ ആ കാളന്തിക്കുണ്ടായി, ആ യമുനാ നദിക്കുണ്ടായി. യമുനാ നദി ആ ഭഗവാന്റെ നടനത്തെ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങ് ആഘോഷിച്ചു. ഈ കാളിയൻ തന്നെ വാലെടുത്ത് ഭഗവാന്റെ മർദ്ദനം കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ജലം ഇങ്ങനെ തിരമാല ഉയരുന്നത് കണക്ക് ഉയർന്ന് പൊങ്ങാൻ തുടങ്ങി. ഈ തിരമാലകളായി ഉയരുന്ന ജലത്തിൽ നിന്ന് യമുനാ നദി പൂക്കൾ വാരി എറിയുന്നത് പോലെ തൻ്റെ ജലത്തുള്ളികൾ മുഴുവൻ ഭഗവാന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വാരി എറിയാൻ തുടങ്ങി. മനോഹരമാർന്ന കാഴ്ചകൾ തീർത്തു. അതേ സമയത്ത് തന്നെ വാരിമില്ല് അവിടെ ആകാശത്തിൻ്റെ പുറവിൽ, ഭഗവാന്റെ പുറവിൽ ആ മാരിവില്ല് കൊണ്ടൊരു വിസ്മയം പോലെ ഒരു മഴവില്ല് കൊണ്ടുള്ള ഒരു ചക്രവാളവും അവിടെ തെളിഞ്ഞു. നമ്മളത് ആലോചിച്ച് നോക്കാം, മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കെ. ആ ഉയർന്നു പൊങ്ങുന്ന തിരമാല കണക്ക് ഉയർന്നു പൊങ്ങുന്ന യമുനാ നദിയിലെ ജലങ്ങൾ, ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വർഷിക്കുന്നിടയിൽ ആ കാളിയൻ്റെ ശിരസിൽ ചവിട്ടി ഓടക്കുഴലൂതി ആനന്ദ നൃത്തമാടുന്ന ഭഗവാന്റെ രൂപവും, ആ മനോഹരമാർന്ന ഭഗവാന്റെ പുറവിലായി ചക്രവാളത്തിൽ ഒരു മാരിവില്ല് തീർത്തിരിക്കുന്ന, മഴവില്ല് കൊണ്ടൊരു കാവടി പോലെ തീർത്തിരിക്കുന്ന ഒരു ഭാവത്ത് നമ്മളൊന്ന് കണ്ടുനോക്കാം. നമുക്ക് തന്നെ എന്തൊരു ആനന്ദം തോന്നും. ആ ആനന്ദം കൊണ്ട് ഗോപന്മാരെല്ലാവരും അറിയാതെ അത്ഭുതപ്പെട്ട് നിന്നുപോയി. അങ്ങനെ കാളിയൻ്റെ വായിൽ നിന്ന് രക്തവും കണ്ണും ഒക്കെ പുറത്തോട്ട് ചാടാൻ തുടങ്ങി. അത്ര മർദ്ദനം ഭഗവാന്റെ. ഓരോ നിമിഷം കൊണ്ടും ഭഗവാൻ തൻ്റെ പാദങ്ങൾ 100 തവണ മാറ്റി ചൂടുറപ്പിക്കുമ്പോൾ കാളിയന് ലഭിച്ചുകൊണ്ടിരുന്ന ആ മർദ്ദനം കൊണ്ട് കാളിയൻ തൻ്റെ അഹങ്കാരത്തെ മുഴുവൻ ഉപേക്ഷിച്ചു. ആ സമയത്ത് കാളിയൻ്റെ ഭഗ്നിമാർ 2 പേരും ഉയർന്നു വന്നു. അവർ 2 പേരും ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാനെ ക്ഷമിക്കണം, കാളിയനെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് ആശ്രയം കാളിയനാണ്. അതുകൊണ്ട് അങ്ങ് പറയും പ്രകാരം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടം വിട്ട് എന്ത് വേണമെങ്കിലും അങ്ങ് എന്താണോ പറയുന്നത് ചെയ്തു കൊള്ളാം. അതുകൊണ്ട് ആ ആശ്രയമായി ആരുടെ പാദത്തെ ആശ്രയിച്ചു? ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു. ഇതുവരെയും കാളിയനെ ആശ്രയിച്ചിട്ടാണ് ഈ ഭാര്യമാർ നിന്നത്. കാരണം കാളിയൻ വലിയ പരാക്രമിയാണ്. അപ്പം മറ്റാരും വേണ്ട, കാളിയൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് വെച്ചു. ഇതാ കാളിയൻ ആപത്തിൽപ്പെട്ടു.
ആ കാളിയൻ ആപത്തിൽപ്പെട്ടപ്പോൾ പിന്നെന്ത് ആരെയും ആശ്രയിക്കേണ്ടത്? ഭഗവാനെ മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചു. നിരാലംബനായ കാളിയനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ആ ഒരു പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ കാളിയനെ മോചിപ്പിച്ചു. കാളിയനോട് പറഞ്ഞു, ഇവിടം വിട്ടു പോകണം. കാരണം നീ ഇവിടെ വസിക്കുന്നിടത്തോളം കാലം ഈ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് നിൻ്റെ വിഷത്തെ താങ്ങാൻ സാധിക്കില്ല. ആ അവസ്ഥ, ഈ ഒരു പ്രത്യേകിച്ചും ശുദ്ധമായി ഒഴുകുന്ന ഈ നദീജലത്തെ മലീമസമാക്കുന്ന ഈ അവസ്ഥ ഒഴിവാക്കപ്പെടണം. അതുകൊണ്ട് നീ ഇവിടം വിട്ടു പൊയ്ക്കോണം. ഇവിടെ ഭഗവാന്റെ ആ ഒരു ഭാവം നമ്മളൊന്ന് എടുത്തു നോക്കേ. ഇവിടെ കാളിയനോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിട്ടാണോ ഭഗവാൻ കാളിയ നടനം ആടിയത്? ആണോ? കാളിയൻ്റെ കർമ്മം തെറ്റായതുകൊണ്ടാണ്. കാളിയൻ ഈ സമൂഹത്തിൽ ചെയ്യുന്ന ദ്രോഹം എന്താണ്, അധർമ്മം എന്താണ്, ആ ദുഷ്പ്രവൃത്തി എന്താണോ അതിനുള്ള ശിക്ഷ കൊടുത്തു. അല്ലാതെ അതിന് അപ്പുറത്തോട്ടൊരു ശത്രുതയില്ല. നമുക്കൊക്കെയാണ് നിത്യശത്രു, ആ ജന്മശത്രുവൊക്കെ നമ്മളാണ് സീലടിച്ച് വെക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ആശ്രയിച്ചതോടുകൂടി ഭഗവാൻ ശത്രുതാഭാവം വിട്ടു. കാളിയനെ മിത്രമാക്കുക മാത്രമല്ല, സംരക്ഷകനായി മാറുക കാളിയൻ്റെ. ഇവിടെ എന്താ കാളിയൻ്റെ സംരക്ഷകനാവുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ കാളിയനോട് പറഞ്ഞു ഇവിടം വിട്ടു പോകണം. കാളിയൻ ചോദിച്ചു, ഭഗവാനെ എവിടേക്ക് പോകാനോ? അത് രമണക ദ്വീപിലേക്ക് പോകണം. ഈ രമണക ദ്വീപാണ് സർപ്പങ്ങൾ വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണ് രമണക ദ്വീപ്. അവിടെ എല്ലാവരും സർപ്പമായതുകൊണ്ട് അവിടെ വിഷമൊന്നും പ്രശ്നമില്ല, അവിടെ പോയി വസിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് കാളിയൻ പറഞ്ഞത്, അങ്ങേക്കറിയാലോ ഞാൻ രമണക ദ്വീപിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്, എന്തുകൊണ്ടാണ് വരാൻ കാരണമെന്നും അങ്ങേക്കറിയാം. ഇവിടെ ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് ഈ രമണക ദ്വീപിൽ ഭക്ഷണം തേടി പോവും. ഈ ഗരുഡൻ്റെ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട മെനുവാണ് എന്ത്? പാമ്പുകളെന്ന് പറയുന്നത്, സർപ്പം എന്ന് പറയുന്നത്. അങ്ങനെ ഗരുഡൻ ചെല്ലുന്ന സമയത്ത് ഈ ഗരുഡൻ ഈ ആവശ്യത്തിലധികം സർപ്പങ്ങളെ വധിക്കാറുണ്ട്. കിട്ടുന്നതിനെയൊക്കെ കൊത്തി അങ്ങ് കൊല്ലും, ചിലതിനെയൊക്കെ നഖം കൊണ്ട് കീറിക്കളയും, പിന്നീടോ ഒന്നോ രണ്ടോ എണ്ണത്തെ ഭക്ഷിക്കും, ബാക്കിയുള്ളതിനെ ഉപേക്ഷിച്ച് പോരും. അപ്പോൾ ആവശ്യത്തിലധികം ഇങ്ങനെയുള്ള സർപ്പങ്ങൾ നശിക്കുമ്പോൾ വംശനാശം ഉണ്ടാകുന്നതുകൊണ്ട് സർപ്പങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഗരുഡൻ്റെ മുന്നിൽ ഒരു അഭ്യർത്ഥന വെച്ചു, അങ്ങേക്ക് ആവശ്യമുള്ള ഓരോരുത്തരും അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് വന്നാലാണല്ലോ എല്ലാത്തിലും കൂടെ കൈയിട്ട് ഇളക്കുന്ന പരിപാടി കാണിക്കുക. അതുകൊണ്ട് അങ്ങോട്ട് വരാം. മനസ്സിലായില്ലേ? അങ്ങനെ നിശ്ചയിച്ചിട്ട് ഓരോരുത്തർ കൃത്യമായി അവരവരുടെ ഡേറ്റിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. കാളിയൻ്റെ ദിവസം വന്നു. കാളിയൻ പറഞ്ഞു മനസ്സില്ല. കാളിയൻ അല്പം അഹങ്കാരിയാണ്. കാളിയൻ തയ്യാറായില്ല. കാളിയൻ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ട് രാജ്ഞിരാമാൻ അവിടുന്ന് നാട് വിട്ടു. കാളന്തിയിൽ വന്നു. എന്താ കാളന്തിയിൽ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ കാളിയന് ഈ തൻ്റെ ഡേറ്റ് എന്തെങ്കിലും വരുമെന്ന് അറിയാം. അതുകൊണ്ട് കാളിയൻ രക്ഷപ്പെടാനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടിരുന്ന ആളാണ്. അപ്പോഴാണ് ഗരുഡന് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലം വല്ലതും ഉണ്ടോ, ഗരുഡൻ്റെ കയ്യിൽ പെടരുത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ സൗരഭി എന്ന് പറയുന്ന മഹർഷിയാൽ ഗരുഡന് ഒരു ശാപമുണ്ട്. കാളിന്തിയിൽ യമുനയുടെ ഒരു ഭാഗത്ത് ഒരിക്കലും ഗരുഡന് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന്. ആ സ്ഥലം നോക്കി ആര് വന്നു? കാളിയൻ ഭാര്യയും കൂട്ടി വന്ന് താമസമായി. അങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ എന്താ ഈ മഹർഷിയിൽ നിന്നുണ്ടായ ശാപം എന്ന് ചോദിച്ചാൽ, ആ സ്ഥലത്തും ഈ മഹർഷിയുടെ താപസ് ചെയ്യുന്ന ആശ്രമ കേന്ദ്രമാണ്. ഈ ആശ്രമ സ്ഥലങ്ങളിൽ ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മത്സ്യത്തെ നദിയിൽ നിന്ന് പിടിച്ചിട്ട് അവിടെ ഇരുന്ന് കൊത്തി തിന്നും. ഈ മഹർഷി പലതവണ പറഞ്ഞു, ഗരുഡ ഇത് ചെയ്യരുത്. ഗരുഡൻ പറഞ്ഞു, എടാ എൻ്റെ ഭക്ഷണമല്ലേ, ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, അത് നിൻ്റെ ഭക്ഷണമാണ്, പക്ഷേ അതൊരു ഒരു ദ്രോഹമാണ്, ഒരു ജീവനെ ഇല്ലാതാക്കലാണ്, അതുകൊണ്ട് ഇവിടെ ചെയ്യരുത്, ആശ്രമം മലീമസമാക്കരുത്. ഗരുഡൻ പെട്ടെന്നത് അങ്ങോട്ട് കേട്ടില്ല. അതോടുകൂടി സൗരഭി മഹർഷി ഇവിടത്ത് ഇനി നിനക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോട്ടെ എന്ന് ശപിച്ചു. അതുകൊണ്ടാണ് ഈ സ്ഥലം നോക്കി ആര് വരുന്നത്? കാളിയൻ വന്നത്. അപ്പം കാളിയനോട് ഭഗവാൻ പറഞ്ഞു ഇവിടം വിട്ടുപോയേ പറ്റൂ. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. മനസ്സിലായില്ലേ? വളരെ കർക്കശമായ തീരുമാനമാണ്. ഇനി ഒരിക്കൽ കൂടി ഈ നദി മലീമസമാക്കാൻ പാടില്ല. പ്രകൃതി സംരക്ഷണത്തിൽ ഭഗവാൻ കൊടുക്കുന്ന എത്ര ചിന്തയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ പ്രകൃതിയെ നശിപ്പിച്ചിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. അല്ലെങ്കിൽ പ്രകൃതിയെ ഇല്ലാതാക്കപ്പെട്ടാൽ അതോടുകൂടി നമ്മുടെയും മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറ്റപ്പെടും. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. അവിടെ വളരെ കൃത്യമായിട്ട് ഭഗവാൻ എന്നിട്ട് കാളിയനോട് പറഞ്ഞു, കാളിയ നീ രമണക ദ്വീപിലേക്ക് പൊയ്ക്കോളൂ, അവിടെ നിനക്ക് ആകെ പ്രയാസം ഗരുഡൻ വരുമോ എന്നുള്ളതല്ലേ. കാരണം ഗരുഡനെ പറ്റിച്ചു പോരുന്ന ആളാണല്ലോ. ഒരിക്കലും നിന്നെ ഗരുഡൻ സ്പർശിക്കുകയില്ല. കാരണം എൻ്റെ പാദസ്പർശം എവിടെയുണ്ട്? പാദമുദ്ര നിൻ്റെ ശിരസിൽ ഉണ്ട്. ആ പാദമുദ്ര ഉള്ളിടത്തോളം കാലം നിനക്ക് നാശവും ഉണ്ടാവില്ല, നിന്നെ ആർക്കും നശിപ്പിക്കാനും
സാധിക്കില്ല. മനസ്സിലായില്ലേ? ഭഗവാന്റെ പാദമുദ്രയുള്ള സ്ഥലം പിന്നെ ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അവിടെ കാളിയനെ തിരിച്ചയച്ചു. കാളിയൻ തൻ്റെ ഭഗ്നിമാരെയും കൂട്ടി എവിടേക്ക് പോയി? നേരെ രമണകദ്വീപിലേക്ക് പോയി. ഇതാണ് കാളിയമർദ്ദനത്തിൻ്റെ കഥ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഗോപകുമാരന്മാർ നിന്നതോടുകൂടി തന്നെ ഈ വൃന്ദാവനത്തെ ബേസ് ചെയ്ത് കംസൻ്റെ ചാരന്മാരുമുണ്ട്. എന്താ കാരണം? ഈ വൃന്ദാവനത്തിൻ്റെ ദിക്കിലേക്ക് പോയ കംസൻ്റെ അനുചരന്മാരാരും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അവരൊക്കെ മരണപ്പെട്ടിട്ടുള്ളത് ഈ ഗോകുലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് കംസൻ്റെ ശത്രുവായി ഈ അന്തകൻ ജീവിക്കുന്നത് എന്നൊരു കൃത്യമായ സംശയം ആർക്കുണ്ട്? കംസനും അനുചരന്മാർക്കുണ്ട്. അവരും ഈ കാഴ്ച കണ്ടു. അവർ വളരെ വേഗത്തിൽ കംസൻ്റെ അടുത്തേക്ക് എത്തി. കംസ, നിൻ്റെ അന്തകൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയാണെങ്കിൽ വളരെ കഴിവ് കാണിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവനാവാനാണ് സാധ്യത, വേറെ ആരും ആയിരിക്കത്തില്ല, അവൻ തന്നെയാണ്, ഉറപ്പിക്കുക. അതാരാ? നന്ദഗോപരുടെ പുത്രനായി വാഴുന്ന, യശോദയുടെ പുത്രനായി വാഴുന്ന ശ്രീകൃഷ്ണനാണ്. കംസനോട് ചെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. കംസൻ ഇനി ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ, ദേവകിയുടെ പുത്രനാവൂല്ലേ കൊല്ലുന്നെന്ന് പറഞ്ഞേ. പിന്നെ ഈ ദേവകിയുടെ പുത്രൻ എങ്ങനെ യശോദയുടെ പുത്രനായെന്നൊരു സംശയം മാത്രമേ ആർക്കുള്ളൂ? കംസന് ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് നാരദ മഹർഷി നേരിട്ട് വന്നങ്ങ് തിരുത്തി കൊടുത്തു. മനസ്സിലായില്ലേ? കംസൻ്റെ കഥ കഴിക്കേണ്ട മുഹൂർത്തമായി എന്ന് നാരദ മഹർഷിക്ക് ബോധ്യം വന്നപ്പോൾ നാരദ മഹർഷി നേരിട്ട് വന്ന് പറഞ്ഞു, കംസ, നിൻ്റെ സംശയമല്ല, അതാണ് സത്യം. മനസ്സിലായില്ലേ? നിൻ്റെ അന്തകൻ തന്നെയാണ് എന്നറിയിച്ചു. എങ്ങനെയാണെന്ന് നീ ഇപ്പോൾ ചിന്തിക്കേണ്ട, നിൻ്റെ അന്തകൻ തന്നെയാണ്. നാരദർ പറഞ്ഞാൽ പിന്നെ കംസൻ ഉറപ്പാണ്. അവിടെ വളരെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തു. ഇനി ഈ കഥയുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് വരാം. ഇത് പരസ്യമായി കംസനെ ഇങ്ങനെ അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു കാളിയ നടനം ആടിയതാണോ? അങ്ങനെ കാളിയ നടനം ആടി കംസനെ അറിയിക്കുന്ന ഒരു സംഭവത്തെ സൃഷ്ടിക്കുന്നതിലൂടെ ഈ ഭാഗവതത്തെ പിന്തുടരുന്ന നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്? ഭഗവാൻ ഭയങ്കര കഴിവുള്ള ആളാണ്. 5 തലയുള്ള പാമ്പിൻ്റെ മുകളിൽ ഡാൻസ് കളിക്കാനൊക്കെയുള്ള കഴിവുണ്ട്, അങ്ങനെ അറിയാനാണോ? ഭഗവാന്റെ കഴിവിനെ പ്രഖ്യാപിക്കാനല്ല ഭാഗവതം. മനസ്സിലായില്ലേ? ഭഗവാന്റെ ലീലകളിലൂടെ അനുസന്ധാനം ചെയ്ത് അറിയാതെ നാം അറിയാതെ നമ്മളെ ശുദ്ധീകരിക്കാനാണ്. ഒരു നദിയിലൂടെ ഒഴുകുന്ന കല്ല് ആ നദിയിലേക്ക് പതിക്കുന്ന സമയത്ത് വലിയ ഭീമാകാരമായിരിക്കാം, കൂർത്ത മുനകളുണ്ടാവാം, വികൃതമായിരിക്കാം. ആ നദിയെ അനുസന്ധാനം ചെയ്ത് ഒഴുകി വരുന്ന കല്ല് പതുക്കെ പലയിടത്ത് തട്ടിയും മുട്ടിയും അതിൻ്റെ മുനകളൊക്കെ പോയി ഏറ്റവും അടിവാരത്തിലേക്ക് വരുമ്പോൾ, താഴ്വാരത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമാർന്ന രൂപമുള്ള നല്ല മാർദ്ദവമുള്ള മിനുസമുള്ള ശിലയായിട്ട് ലഭിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ ഈ നദീതീരത്തിലൊക്കെ ചെല്ലുന്ന കിട്ടുന്ന കല്ലുകൾ അത് മുകളിൽ നിന്ന് വന്നപ്പോഴേ അതേ കണക്കിരുന്നതാണോ? അതിൻ്റെ ജന്മനാ തന്നെ അത് ഉരുണ്ട് നല്ല സുന്ദരമായിട്ട് കിട്ടുന്ന കല്ലാണോ? അല്ല, അതിങ്ങനെ പല രൂപത്തിലിരുന്നത് കാലാന്തരത്തിൽ ആ ഒഴുക്കിപ്പെട്ട് അതിൻ്റെ വികൃതമായ ഭാവങ്ങളൊക്കെ മാറി അത് സുന്ദരമായതുപോലെ ഭാഗവതമാകുന്ന ഈ ഗംഗാപ്രവാഹത്തിലൂടെ നമ്മളതിനെ അനുസന്ധാനം ചെയ്തതിൻ്റെ വാസന നടത്തി മുന്നോട്ട് പോകുമ്പോൾ നാം അറിയാതെ നമ്മളിൽ നിന്ന് പലതും മാറി പലതും ശരിയായ രീതിയിലായി കൃത്യമായ ആ ഒരു സൗന്ദര്യമുള്ള വസ്തുവായി മാറണം. സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്ന ബാഹ്യമല്ല, പുറമേ ഉള്ള സൗന്ദര്യമല്ല, നമ്മുടെ സംസ്കാരം, സ്വഭാവം, ധർമ്മം, നമ്മുടെ ജീവിതശൈലി ഇതൊക്കെ രൂപപ്പെടുന്ന രീതിയിലേക്ക് വരണം. അപ്പോൾ ഇവിടെ ഭാഗവതത്തിൻ്റെ കാളിയമർദ്ദനത്തിലൂടെ കംസനെ അറിയിക്കാനുള്ള കാര്യം അവിടെ മാറ്റി വെക്കും. ഇനി നമ്മളിലേക്ക് വരാം. നമ്മളും കാളിയമർദ്ദനവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം വേണോ? ഇവിടെ ജീവിതമാകുന്ന പ്രവാഹത്തിൽ പെട്ടു നിൽക്കുന്ന നമ്മളെല്ലാം കാളന്തിയാണ്, യമുനാ നദിയാണ്. ഇവിടെ യമുനയോ ഗംഗയോ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചു, ഒരു നദിയെപ്പോലെയാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒരുപോലെയാണോ എപ്പോഴും? ആണോ? നദിയുടെ പ്രത്യേകത, നദി തുടങ്ങി അവസാനിക്കുന്നത് വരെ സ്ഥലം വരെ ഒരുപോലെയാണോ ഒഴുകുന്നത്? ചിലയിടത്ത് വിടർന്നൊഴുകും, ചിലയിടത്ത് ചുരുങ്ങുന്ന സമയത്ത് വളരെ വെള്ളം തിരക്കി ഒഴുകും, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചിലയിടത്ത് നമ്മൾ വളരെ ശാന്തമായിരിക്കും, വളരെ സന്തോഷത്തോടെ നിൽക്കും. ചിലയിടത്ത് ചില പ്രതിസന്ധികൾ അപ്പുറം വന്നങ്ങോട്ട് ഞെരുക്കും, എന്ത് ചെയ്യും? ടെൻഷൻ കൊണ്ട് കുതിച്ചൊഴുകും. ചിലയിടത്ത് ചുഴികളുണ്ടാക്കും, അല്ലേ? ചിലയിടത്ത് എന്ത് ചെയ്യും? നമ്മൾ കുതിച്ച് ചാടും. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കലങ്ങി മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ അല്ലേ ഒഴുകുന്നത്? അതോ എല്ലായ്പ്പോഴും ഒരുപോലെയാണോ? ജനിച്ചന്ന് മുതൽ ഇന്ന് വരെ ഒരുപോലെയാണോ?
ഇനി അന്ന് മുതലെടുക്കണ്ട, ഒരു ദിവസത്തിൽ പോലും നമ്മൾ ഒരുപോലെയല്ലാണോ? രാവിലെ എഴുന്നേൽക്കുന്ന അവസ്ഥയായിരിക്കുമോ പിന്നീട്? ഇടയ്ക്ക് ചിലപ്പോൾ ടെൻഷൻ വരും, മാറും മറിയും, അല്ലേ? ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന നമ്മളിലും നിയന്ത്രണമില്ലെങ്കിൽ അപകടകാരിയായ വിഷമായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിഷമയമാക്കുന്ന ഒരു കാളിയൻ നമ്മുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? ആരാ നമ്മുടെ ഉള്ളിലെ കാളിയൻ? മനസ്സും നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങളും. അതാണ് 5 തലയോടുകൂടിയ കാളിയൻ. മനസ്സിലായില്ലേ? മനസ്സാകുന്ന ഉടലും ആ ഉടലിനെ പ്രതിദാനം ചെയ്ത് പുറമേ ബാഹ്യ വ്യവഹാരത്തിൽ നിൽക്കുന്ന 5 ശിരസ്സുകളും. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. ഈ 5 ശിരസ്സുകളും വിഷയാനുരാഗികളാണ്, അല്ലേ? വിഷയാനുരാഗം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് കാഴ്ച, കണ്ണിൻ്റെ വിഷയം കാഴ്ചയാണ്. കാഴ്ചകൾ കണ്ടാൽ കണ്ണെന്ത് ചെയ്യും? അങ്ങോട്ട് പോവും. നല്ലൊരു കാഴ്ച കണ്ട് നമ്മൾ ബൈക്ക് ഓട്ടിച്ച് പോയാൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കൂല്ലേ? നോക്കത്തില്ലേ? വിഷയം നമ്മളിൽ നല്ല സ്വാധീനം വന്നാൽ ചിലപ്പോൾ എപ്പോഴേക്കും മുന്നിൽ വന്ന KSRTC-കാരനെ നമ്മൾ കാണാതെ കൊണ്ട് ചിടിക്കുന്നത് ദുഃഖത്തിന് കാരണമാവും. കാതുകൾ അങ്ങനെയാണ്, വിഷയാനുരാഗമാണ്. എന്താ? ശബ്ദത്തിന് പുറകിൽ പോവും, അല്ലേ? മൂക്ക് വിഷയാനുരാഗമാണ്, ഗന്ധത്തിന് പുറകിൽ പോവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നല്ല കടുവ് വറുക്കുന്ന മണം എവിടുന്നെങ്കിലും ഒന്ന് വന്നാൽ പിന്നെ കൃഷ്ണനും ഇല്ല ഭാഗവതവും ഇല്ല, ഉണ്ടോ? നമ്മൾ കൃത്യമായിട്ട് അവിടെ നിന്ന് അനലൈസ് ചെയ്യും. കൃഷ്ണനെയല്ല അനലൈസ് ചെയ്യുന്നത്. ആ മണം എന്താണ്? മീൻ പൊരിച്ചതാണോ, അതോ കടുവ് വറുത്തതാണോ, അതോ ചമ്മന്തിക്ക് കടുവ് വറുത്തതാണോ? ഇല്ലേ? ചിന്തിക്കില്ലേ? കാരണം വിഷയാനുരാഗത്തിലേക്ക് പോകും. ഒരു നല്ല ഒരു കുളിർക്കാറ്റേറ്റു, ആ കുളിർക്കാറ്റിൻ്റെ സുഖം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ പണ്ട് ഏതെങ്കിലും കടപ്പുറത്ത് പോയപ്പോൾ കിട്ടിയ കാറ്റിനോട് ഓമയായിട്ട് അവിടെ പോവും. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഇനി ഇതൊന്നും ലഭിക്കാതെ തന്നെ ഞാനിപ്പോൾ ഇവിടുന്നുണ്ട് ഏതെങ്കിലും ഒരു വിഭവസമൃദ്ധമായ സദ്യയുടെ പേര് പറയുകയാണ്, നാവ് അറിയാതെ മധുരം നുണഞ്ഞു തുടങ്ങും തുടയത്തില്ലേ? അപ്പോൾ ഇതൊക്കെ വിഷയാനുരാഗമാണ്. ഈ വിഷയാനുരാഗങ്ങൾ നിയന്ത്രിക്കപ്പെടാത്ത അവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തിൽ വർത്തിക്കുന്നതെങ്കിൽ അതെന്തായി മാറും? വിഷത്തിന് തുല്യമായി മാറും. വിഷമിപ്പിക്കുന്നതെന്തോ അത് വിഷം. അപ്പോൾ അങ്ങനെയുള്ള കാളീനുണ്ട്. ഈ കാളീന് 2 ഭാര്യമാരുണ്ട്, അവരും കൂടെ അവിടെ വസിക്കുന്നത്. ആരൊക്കെയാ? രാഗദേശങ്ങൾ. രാഗം എന്ന് പറഞ്ഞാൽ മോഹങ്ങൾ, അമിതമായ മോഹങ്ങളുടെ പുറകിലേക്ക് ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൂടെ കൊണ്ട്. കാരണം എന്താ? ഭർത്താവ് പോകുന്നതിൻ്റെ കൂടെ ആര് പോകും? ഭർത്താവിൻ്റെ കൂടെ ആര് പോകും? ഭാര്യ പോകും, അല്ലേ? പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ അങ്ങനെയല്ല, ഭാര്യ മുമ്പിൽ പോകും, ഭർത്താവ് പുറകിൽ പോകും. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, എന്നാലും കൂടെ തന്നെയാണ് പോകുന്നത്, അല്ലേ? ശരിയല്ലേ? പണ്ട് ഭർത്താവ് മുന്നിൽ പോകും, ഭാര്യ പുറകിൽ പോകുന്നത് ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പുറകിൽ വരുന്ന ഭാര്യയെക്കുറിച്ച് ഉത്തമ സ്ത്രീയാണെന്നുള്ള ബോധ്യം ഭർത്താവിനുള്ളത് കൊണ്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, കൂടെ വന്നോളും. ഇപ്പോൾ ഭാര്യ മുമ്പിൽ അടുത്ത് സംശയരോഗം ഇപ്പോൾ കൂടുതൽ. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുന്നോണ്ട് നിരീക്ഷിക്കാൻ ക്യാമറ വെച്ച് 2 CCTV ക്യാമറ വെച്ച് ഇങ്ങനെ പുറകെ നടക്കും. ഇതൊന്നും കൊണ്ട് വീട്ടിൽ പോയി അടിയുമ്പോഴൊക്കെ ഉണ്ടാക്കി കളയല്ലേ? ഇപ്പോഴല്ലേ നിങ്ങൾ പുറവിൽ നടന്നതിൻ്റെ കാര്യം മനസ്സിലായി എന്നൊന്ന് ചോദിച്ചു കളയരുത്. ശരി, മുമ്പിൽ നടന്നതിൻ്റെയും ചോദിക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഈ നമ്മുടെ ഈ സപ്താഹം തീരുന്നത് വരെ ഇവിടെ പറയുന്നതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. ഇത് തീർന്നു കഴിഞ്ഞാൽ ചിന്തിച്ചോണം, പറഞ്ഞതെല്ലാം നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. അതുവരെ ചിന്തിക്കരുത്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഇവർ കൂടെ എത്തും. അപ്പോൾ ഈ വിഷയാനുരാഗിയായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പിന്തുടർന്ന് പോകുന്ന 2 ഭാവങ്ങളാണ് രാഗം. രാഗം വെച്ചാൽ അമിതമായ മോഹം, കാണുന്നതൊക്കെ വേണമെന്ന് തോന്നും, കേൾക്കുന്നതൊക്കെ വേണമെന്ന് തോന്നും, ഇല്ലേ? അങ്ങനെ പലതും കണ്ട് ആ വിഷയാനുരാഗത്തിൽ മോഹം ഉണ്ടാവും. ഇനി അത് ലഭിക്കാൻ അർഹതയില്ല, ലഭിക്കാതെ വന്നാൽ എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ രാഗദേശങ്ങളാകുന്ന ഭഗ്നിമാർ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഈ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കാളന്തിയേക്കാൾ അപകടമല്ലേ? അപ്പോൾ അവിടെ ആ കാളന്തി ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഈ ശരീരമാകുന്ന ഈ ജീവിതമാകുന്ന നദീപ്രവാഹം ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ ആരുടെ പാദമുദ്ര വരണം? ആരുടെ പാദമുദ്ര വരണം? ഭഗവാന്റെ പാദമുദ്ര വരണം. അതിന് ഭഗവാനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആ ഭഗവാനെ കൊണ്ട് ഈ കാളിയനെ, ഗർഭപൂണ്ട കാളിയനെ ഉണർത്തണം. മനസ്സിലായില്ലേ? ഈ പണ്ടത്തെ ആരോഗ്യ ശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, രോഗം മൂർച്ഛിച്ചിട്ട് ഭേദമാക്കുക.
രോഗം മൂർച്ഛിച്ച് കൊണ്ടുവന്നിട്ട് അത് ഭേദമാക്കി. ഇത് പണ്ടത്തെ ഒരു സിസ്റ്റം. എന്താ കാര്യം? എങ്കിൽ മാത്രമേ ഈ രോഗത്തിന് കാരണമായ സർവ്വ വിഷത്തെയും പുറത്ത് കളയാൻ പറ്റൂ. ഇപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ രോഗത്തിന് മുകളിൽ മരുന്ന് വെച്ച് ഉണക്കി വെക്കും, അതകത്തിരുന്നിട്ട് വേറൊന്നായിട്ട് മാറും. മനസ്സിലായില്ലേ? പണ്ട് അങ്ങനെയല്ല. നമ്മളൊക്കെ അറിയാൻ സാധിക്കും, കാലിലൊരു ചെറിയ മുഴ വന്നു അല്ലെങ്കിൽ ഒരു വീക്കം വന്നാൽ എന്ത് ചെയ്യും? പഴുക്കാൻ മരുന്ന് വെക്കും. ഇപ്പം നേരെ എന്ത് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങ് ഇല്ലാതാക്കി വെക്കും. പക്ഷേ അത് പിന്നീട് കുറേ കഴിയുമ്പോൾ ക്യാൻസറായിട്ടോ വേറൊന്നായിട്ടോ അത് രൂപപ്പെടും. പണ്ട് മൂർച്ഛിപ്പിക്കാൻ വെച്ചാൽ അതിനെ അങ്ങ് പാകപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുഴുവൻ ദ്രംഷ്ടകളും അഴുക്കുകളും എല്ലാം അവിടെ വന്ന് കൃത്യമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അതിനെ പൂർണ്ണമായിട്ട് അങ്ങ് പുറന്തള്ളിക്കും. ഇതൊരു ഭാരതീയ ചികിത്സയുടെ ഒരു പ്രത്യേക ഭാവമാണ്, പ്രത്യേകിച്ചും ആയുർവേദ രീതിയിലൊക്കെ. അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെയുള്ള രീതികളിൽ അസുഖം പതുക്കെ മാറത്തുള്ളൂ. ഇപ്പോഴത്തെ അലോപ്പതി മരുന്നിനനുസരിച്ച് വേഗത്തിൽ മാറില്ല. അപ്പം ഇതൊക്കെ ഒരു ശൈലിയായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മുടെ ഉള്ളിലുള്ള ആ കാളിയനെ എന്ത് ചെയ്യണം? ഭഗവാനെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭഗവാനെതിരെ ആരുയർന്നു വരും? കാളിയൻ ഉയരും, ഗർവ് ഉയർന്നു വരും. ആ ഉയർന്നു വരുന്ന ഗർവിനെ നേരെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് അത് ആ ഭഗവത് ചിന്തയെ തന്നെ വേണ്ട എന്ന് ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥ മനസ്സിന് വരും. മനസ്സിലായില്ലേ? പല തരത്തിലുള്ള മോഹങ്ങളും പലതരത്തിലുള്ള ഭ്രമങ്ങളും കൊണ്ടുവന്ന് നമ്മളെ പല വഴിയിലേക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തും. അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നിഷ്ഠയുണ്ടാവണമെന്ന് പറയുന്നത്. ഈശ്വരചിന്തയിൽ എന്ത് വേണം? നിഷ്ഠയുണ്ടാവണം, കൃത്യതയുണ്ടാവണം, തപം എന്നൊക്കെ പറയും. സാധ്യായ തപ ഈശ്വര പ്രണിധാനം. ഇതാണ് ഈശ്വരചിന്തയുടെ അടിസ്ഥാനം. സാധ്യായം എന്ന് വെച്ചാൽ എന്താ? അറിവ് നേടുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിരന്തരമായി അതിനെ ആചരിക്കുക. അതാണ് തപ. അല്ല കാട്ടിപ്പോയിരിക്കലല്ല, നിരന്തരമായി അതിനെ ആചരിക്കുക. അത് കഴിഞ്ഞിട്ടോ എല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഈശ്വര പ്രണിധാനം, അഹങ്കാര രഹിതമായ ഭാവത്തിലേക്ക് എത്തുക. ഇതാണ് ഈശ്വരനെ ആരാധനയുടെ പ്രധാന ഭാഗം എന്ന് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ കാളിയൻ്റെ മുകളിൽ ഭഗവാന്റെ പാദചലനം കൊണ്ടാവണം. ഭഗവാന്റെ ശക്തിപ്പെട്ട് ആ ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാച്ചാൽ നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ തന്നെ ഒരു നിയന്ത്രണം ഭഗവത് ചിന്തയോടുകൂടി നന്നായുള്ളത് കാണുക, നന്നായുള്ളത് കേൾക്കുക, നന്നായുള്ളത് ചിന്തിക്കുക എന്നുള്ള നിലയിൽ ശരിയായതിലേക്ക് നമ്മുടെ ചിന്ത പോയാൽ ആ കാളിയൻ എന്തായി മാറി? ശുദ്ധനായി മാറി. ഭദ്രം കർണേഭി ശൃണുയാമുദേവ. ഭദ്രമായത് കാണുവാൻ, ഭദ്രമായത് കേൾക്കുവാൻ, ഭദ്രമായത് അനുഭവിക്കാൻ ഭഗവാനെ നീ എനിക്ക് കാരുണ്യമേക. സമൂഹത്തിലെല്ലാം ഉണ്ട് അല്ലേ? നമുക്ക് വേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ദുഃഖമുണ്ടോ? വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുമ്പോഴാണ് ദുഃഖം വരുന്നത്. അപ്പോൾ അതിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണോ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ഇന്ദ്രിയ ശുദ്ധി വരുത്തലാണ് യഥാർത്ഥത്തിൽ എന്ത്? കാളിയ നടനം. ഈ ഇന്ദ്രിയ ശുദ്ധി വരുത്തി കംസനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇന്ദ്രിയ ശുദ്ധിയെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആളാണ് കംസൻ. കാരണം കംസൻ ദേഹാഭിമാന ബോധമാണ്. ദേഹബോധം എപ്പോഴും ആശ്രയിക്കുന്നത് ആരെയാണ്? ഇന്ദ്രിയങ്ങളെയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഈ ശരീരമാണെന്ന അഹംബോധമാണ് കംസൻ. ആ അഹംബോധത്തിൻ്റെ കരുത്തു പകരുന്നത് ഇന്ദ്രിയങ്ങളാണ്. നിയന്ത്രണമില്ലാത്ത